വിവാഹബന്ധം വേർപെട്ടിട്ട് ഇന്നേക്ക് ഒരാണ്ട് തികയുന്നു. ഒക്കെയും ഇന്നലെ കഴിഞ്ഞതുപോലൊരു തോന്നൽ. ഈ വർഷത്തിനിടയിൽ പലതരത്തിലുള്ള വികാരങ്ങൾ കടന്നുപോയി. സങ്കടം, ദേഷ്യം, ഒറ്റപ്പെടൽ, ആശയക്കുഴപ്പം, അങ്ങനെ പലതും. ചിലർക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവപ്പെട്ടേക്കാം. എൻ്റെ കഥ മറിച്ചാണ്. ശൂന്യതയും വേദനയുമാണ്. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീടത് പതിവായപ്പോൾ ഞാൻ തകർന്നുപോയി. ആരോടെങ്കിലും പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുമോ എന്ന് കരുതി എല്ലാം സഹിച്ചു. അന്നത്തെ രാത്രി എന്നെ ശാരീരികമായി ഒരുപാട് ഉപദ്രവിച്ചു. താങ്ങാനായില്ല. വീട് വിട്ടിറങ്ങി. ഇറങ്ങുമ്പോൾ ഒന്നും തന്നെ ആലോചിച്ചിരുന്നില്ല. വീട്ടിലെ സാഹചര്യമോ അമ്മയുടെയും അച്ഛൻ്റെയും വയ്യായികയോ എനിക്ക് താഴെയുള്ള എൻ്റെ കൂടപ്പിറപ്പിനെയോ ഒന്നും. എല്ലാത്തിനുമുപരി സമൂഹത്തിനെയും. വീട്ടിലെത്തിയ 5-ാം നാൾ അയൽക്കാരുടെ ചോദ്യങ്ങളായി. 1 മാസം കഴിഞ്ഞപ്പോൾ ബന്ധുക്കളുടെയും. അപ്പോഴേക്കും നാട്ടിലും ആഘോഷമായി. എല്ലാവർക്കും കാരണങ്ങൾ അറിയണം. എന്നെക്കുറിച്ചോ എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചോ ഒന്നും അറിയണ്ട. പെണ്ണൊരുമ്പെട്ടാൽ ഇങ്ങനെ ഇരിക്കും. അല്ല, താഴത്തെ 3 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് എന്നാലോചിച്ചൂടായിരുന്നോ? അഹങ്കാരിയാവൾ, തന്നിഷ്ടകാരി എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും ബഹുമതികൾ തലയിൽ ചാർത്തി തന്നു. ചില അച്ഛനമ്മമാർക്ക് പെൺമക്കൾ ഭാരമാണ്. അത് ജനനം തൊട്ട് മരണം വരെയും. വിവാഹപ്രായമാവും വരെയും ഞാൻ കേട്ടിരുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ പോകേണ്ടവൾ എന്നായിരുന്നു. പഠനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ പെൺകുട്ടികൾ പഠിച്ചിട്ടെന്തിനാ, കെട്ടാൻ പോകുന്നവൻ നോക്കിക്കോളും എന്നായിരുന്നു. കല്യാണാലോചനകൾ നടക്കുമ്പോൾ എന്തു കോലമാ പെണ്ണേ ഇത്, വരുന്നവർക്ക് കണ്ടാൽ പിടിക്കേണ്ടേ? എന്തിന്? കല്യാണത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള ദിനങ്ങളിൽ പോലും ഭക്ഷണം കഴിക്കാനും ശരീരം നോക്കാനും ആവശ്യപ്പെട്ടത് മറ്റൊരാളുടെ താല്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇന്നിവിടെ ഒക്കെയും അവസാനിപ്പിച്ച് തിരികെ വന്നപ്പോഴും ഓരോ മുഖങ്ങളും എന്നെ വേദനിപ്പിക്കുന്നു. എൻ്റെ ഭാവി എന്താകുമോ എന്നാലോചിച്ചിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, വളർന്നു വരുന്ന എൻ്റെ സഹോദരങ്ങൾ, അവരുടെ ഭാവി. ജീവിതം എന്നെ ശരിക്കും തളർത്തി. കുളിമുറിയിലെ തണുത്ത വെള്ളം തലയിൽ വീഴുമ്പോൾ എൻ്റെ കണ്ണീരും ഒഴുക്കിത്തീർക്കും. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഞാൻ പൊഴിച്ച കണ്ണുനീർ എൻ്റെ തലയണയ്ക്ക് മാത്രമറിയാം. വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാത്തതിൻ്റെയും എല്ലാ ന്യൂനതകളും ഞാനിന്നറിഞ്ഞു തുടങ്ങി. കല്യാണം കഴിയുന്നതിന് മുമ്പേ ഉള്ള ഞാൻ തന്നെയാണ് ഇവിടെ തിരിച്ചു വന്നതും. പക്ഷേ പോയ ഇടവും തിരിച്ചു വന്ന ഇടവും മാറി. വീണ്ടും ഞാൻ ഭാരമായി. മുന്നോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമാണ്. ഒന്നറിയണമെന്നുണ്ട്. എന്നെപ്പോലെ പഴിചാരലും കുത്തുവാക്കളും മറുപുറത്തുള്ള വിവാഹബന്ധം വേർപെട്ട അയാൾ അനുഭവിക്കുന്നുണ്ടാകുമോ? സമൂഹത്തിൻ്റെ ഇര അയാളുമായിട്ടുണ്ടാകുമോ?